ഹേയ് ഗായ്സ്, നിങ്ങൾ കണ്ടില്ലേ ഇവിടെ സ്റ്റോം ആണെന്ന് ന്യൂസിലാൻഡിൽ നമ്മൾ ബാക്ക് യാർഡിൽ വെച്ച സ്വിമ്മിംഗ് പൂളൊക്കെ തെറിച്ച് പുറത്ത് പോയി കിടക്കുന്നുണ്ട്. അതിൽ ഫുള്ള് വെള്ളമായി. ഇനി അത് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മുടെ പ്ലാന്റ്സ് എല്ലാം എന്താ വീഴാറായി കിടക്കുകയാണ്. എല്ലാത്തിനും കെട്ടി വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിനെ വീണ്ടും സെറ്റാക്കി എടുക്കണം. കഴിഞ്ഞ വട്ടത്തെ സ്റ്റോമിൽ നമ്മുടെ ക്യാപ്സിക്കവും കാര്യങ്ങളൊക്കെ കരിഞ്ഞു പോയി. ഇനി ഈ വട്ടം ഇതെല്ലാം വീഴാഞ്ഞത് ദൈവാനുഗ്രഹം. ഇനി നമുക്ക് ആ മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് പ്ലാന്റ്സ് മുഴുവൻ. ഇപ്പോൾ ആകാശം കണ്ടില്ലേ, ഇത് മുഴുവൻ ഇങ്ങനെ മഴക്കാർ കെട്ടി നിൽക്കുകയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു വാട്ടർഫോൾ ഉണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. ഇന്ന് സ്റ്റോമൊക്കെ അല്ലേ. അപ്പോൾ ഗ്യാരേജ് തുറന്ന് വണ്ടിയിൽ അങ്ങോട്ട് കയറി ഒന്നങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. ഇന്ന് ഫോറസ്റ്റിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോം വരുന്ന സമയത്ത് എന്തോരം വാട്ടർ ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കണ്ടോക്കാമല്ലോ. ഇതാണ് നമ്മുടെ ഔട്ട്സൈഡ് വ്യൂ. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഉള്ളൂ. കറക്റ്റ് 1 കിലോമീറ്ററിൽ നമുക്ക് ആ വാട്ടർഫോൾ എത്താം. അങ്ങനെ വണ്ടി കയറി നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ഗ്യാരേജിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറക്കി പതുക്കെ ഒന്ന് പോയി നോക്കാം. നമുക്ക് ആൾക്കാരുണ്ടാവില്ല എന്ന് വിചാരിക്കാം. നമുക്കറിയില്ല. ഇവിടുത്തെ ആൾക്കാരായതുകൊണ്ട് നമുക്ക് ആൾക്കാരില്ല എന്ന് വിചാരിക്കാം. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് സാധാരണ ആരധികം പുറത്തിറങ്ങാറില്ല ഇവിടെ. അപ്പോൾ നമ്മൾ ഒന്ന് പോയി നോക്കിയാലോ നമുക്ക്. എന്തായാലും എല്ലാവരും ഞങ്ങൾ കയറി അങ്ങനെ വണ്ടി എടുത്തു. മഴ ആയതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്ററും വൈപ്പറും ഇട്ട് അങ്ങോട്ട് ഇറങ്ങാൻ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിയാനും വളയാനുള്ള വഴികളെത്തും. കാരണം പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് 1 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ നമ്മൾ അതാ എത്താറായി. ഇനി ജസ്റ്റ് ഒരു 300 മീറ്ററും കൂടി ഉള്ളൂ. അപ്പം ആണ് നമുക്ക് മനസ്സിലായത് ഈ പോണ വണ്ടികളൊക്കെ അങ്ങോട്ടുള്ളതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മലകളും, ഇവിടെ ശരിക്കും പറഞ്ഞാൽ മലകളും വാട്ടർഫോൾസും ഫോറസ്റ്റും എല്ലാം ഭയങ്കരമാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, എല്ലാ വണ്ടികളും ഈ വഴി പോണതല്ല, അപ്പം അങ്ങോട്ടാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും വരുന്നുണ്ട് വണ്ടികൾ ഇവിടെ സ്ഥലങ്ങൾ കാണാനായിട്ട്. ഇപ്പം നമ്മൾ വിചാരിച്ച പോലെയല്ല ഗൈസ്. നമ്മൾക്ക് മാത്രമല്ല ഈ സ്റ്റോമിൽ വാട്ടർഫോൾ കാണാനുള്ള പ്രാന്ത് ബാക്കിയുള്ളവർക്കുണ്ട്. ഇതാ പോണ വണ്ടിയിൽ കയാക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കെട്ടി വെച്ചാണ് പോണത്. ഇവിടെയുള്ളവർക്ക് ബോട്ടിങ്ങും ഫിഷിങ്ങും ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അത് എനിക്കും ഇഷ്ടമുള്ള പരിപാടിയാണ്. പക്ഷേ സ്വിമ്മിങ് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ കൈഹാക്കിങ്ങിനും ഇതിനൊന്നും പോകാറില്ല. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് കാര്യമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, എവിടെ പോയാലും നമുക്ക് ഇവർ പാർക്കിങ്ങിനുള്ള സൗകര്യവും ടോയ്ലറ്റ്സും റബ്ബിഷ് ബിന്നും എല്ലാം കറക്റ്റായിട്ട് അവർ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അത് ഇവർക്ക് അവരോട് എടുത്തു പറയേണ്ട ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാ കാര്യങ്ങളും ഈ കാര്യത്തിൽ ഇവർ പെർഫെക്റ്റാണ്. നമുക്ക് കുളിക്കാനാണെങ്കിലും ഇപ്പോൾ ബീച്ചിൽ പോയിട്ടാണെങ്കിലും കുളിക്കാനും എല്ലാ സൗകര്യത്തിനുള്ള സെറ്റപ്പ് ഇവരുടെ അടുത്തുണ്ടാവും. നമ്മൾ ജസ്റ്റ് ടർക്കിയും കാര്യങ്ങളും മാത്രം കൊണ്ടുവന്നാൽ മതി. പാർക്കിങ്ങും ഇവിടുത്തെ ആൾക്കാരും നന്നായിട്ട് ചെയ്യും പാർക്കിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനും എല്ലാത്തിനും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പാർക്ക് ചെയ്ത് പോവാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഓപ്ഷനുള്ള ഡിഫറെൻറ്റ് റബ്ബിഷ് ബാഗുകൾ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ സ്മോക്കിങ്ങിന് വേണമെങ്കിൽ ഡിഫറെൻറ്റ്, ലേഡീസിൻ്റെ പാഡ്സ് ഇടണമെങ്കിൽ ഡിഫറെൻറ്റ് റബ്ബിഷ് ബിൻ, ഇപ്പോൾ അനദർ വേസ്റ്റ്സ് ഇടാനായിട്ട് അനദർ റബ്ബിഷ് ബിൻ. അതെല്ലാം ഇവരുടെ പെർഫെക്റ്റ് ഒരു വേ ആണ്. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് നടന്ന് നോക്കിയാലോ. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ലോണം വെള്ളമുണ്ട്. വീഡിയോയിൽ എന്തായാലും നമുക്ക് കാണുന്ന പോലെ കാര്യങ്ങളൊന്നും കാണില്ലല്ലോ. ഇതവരുടെ അടുത്തൊരു പ്രത്യേകതയാണ്. എല്ലാ കാര്യങ്ങളും ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടാവും. എന്തൊക്കെയുണ്ട് ഇവിടെ, ഏതൊക്കെ വഴിക്ക് പോകാൻ പറ്റും ഈ ഫോറസ്റ്റ് കൂടെ എന്നുള്ളത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ നമുക്കൊരു ബ്രിഡ്ജ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് അവർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ കാണുന്നതാണ് ആ ബ്രിഡ്ജ്. അവരത് ക്ലോസ് ചെയ്ത് വെക്കണത് സ്റ്റോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരത് ക്ലോസ് ചെയ്ത് വെക്കും. അങ്ങനെ നമുക്ക് പതുക്കെ പതുക്കെ നടന്ന് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ രണ്ട് സൈഡിലും വ്യൂ ഉണ്ട്. രണ്ട് സൈഡിൽ കൂടെയും നമുക്ക് ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങാം. ഇപ്പം ഞങ്ങൾ നിൽക്കണ ഈ സൈഡിൽ കൂടെയുള്ള വ്യൂ ആദ്യം ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്ക് ഈ വഴി ഇറങ്ങാൻ പറ്റില്ല. ഈ വഴി ഭയങ്കര സ്റ്റീപ്പ് വഴിയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു കൂടിയുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അപ്പുറത്തെ വഴി പോകാനേ പറ്റുള്ളൂ. അപ്പോൾ അപ്പുറത്തെ വഴി റോഡ് വഴി അപ്പുറത്തേക്ക് കടന്ന് എനിക്ക് ആ വഴി ഇറങ്ങണം. അവിടെ കുറച്ച് ഇറങ്ങാനുള്ളൂ. അവിടെ നമുക്ക് സ്റ്റെയർ കേസും കാര്യങ്ങളും ഉണ്ട് ഇറങ്ങാനായിട്ട്. ഈ സൈഡാണെന്നുണ്ടെങ്കിൽ ഫുൾ സ്റ്റീപ്പാണ്. ഇതൊരു അഡ്വഞ്ചറസ് വേ ആണ്. അതായത് ഡിഫറെൻറ്റ് കാര്യങ്ങൾ അവർ വെക്കണതാണ്. ഈ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുകയും ചെയ്യും. അതിനൊരു ബ്രിഡ്ജ് അവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റ് ആക്ച്വലി. നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഫോറസ്റ്റ് വ്യൂ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ബ്രിഡ്ജിൽ പോയി നോക്കാം. ആ ബ്രിഡ്ജിൽ പോണതിന് മുമ്പ് നമുക്ക് ഈ സീനിക് വ്യൂ കാണാം ഇവിടെ എന്നുള്ളത്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ശരിക്കും ഇത് നല്ല ഹൈറ്റുള്ള ഒരു
വാട്ടർഫോളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം. കണ്ടില്ലേ? ഇത്രയും ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. അതുപോലെ തന്നെ താഴത്തേക്ക് പോകാനുള്ള ആ ബ്രിഡ്ജാണ് ഞാൻ പറഞ്ഞത്. ആ ബ്രിഡ്ജിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ആദ്യം. അപ്പോൾ ഇവിടത്തെ ഡക്കുകളൊക്കെ ഇവിടെ എല്ലായിടത്തും കാണുന്നതാണ്. ഈ ഡക്കുകൾക്ക് ഇപ്പോൾ വാട്ടറിൽ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് ആശാന്മാർ കയറി ഈ കരയിൽ നിൽക്കുവാണ്. അങ്ങനെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം. അപ്പുറത്തെ സൈഡിൽ എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് പോയി നോക്കാം. അപ്പുറത്തെ സൈഡ് വേണം നമ്മൾ താഴ്ത്തിറങ്ങും. ഈ വാട്ടർഫോളിൻ്റെ അടിപൊളി വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഈ വാട്ടർഫോൾ. ഈ സ്റ്റോമും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ കൂടെ കിടക്കുമ്പോഴുള്ള സീനുകളാണ് ഇത് മുഴുവൻ. റോട്ടിൽ കൂടെ കിടക്കുമ്പോൾ ഇത്രയും വാട്ടറൊക്കെ കാണാം. ഇതിൻ്റെ മുകളിൽ ഇതാ അതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഈ വാട്ടറാണ് അങ്ങോട്ട് ഒഴുകി വരുന്നത്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഈ ഫോറസ്റ്റ് കൂടെ തന്നെയാണ്. ഈ സ്റ്റോം വരുന്ന സമയത്താണ് ഇതിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഇപ്പം നമ്മുടെ നാട്ടിലെ അതിരപ്പള്ളി വാട്ടർഫോൾസ് ഒക്കെ കാണുന്ന പോലെ തന്നെ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാമെന്നുള്ളതും വാട്ടർഫോളിൻ്റെ അടിയിൽ പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ സ്പെഷ്യലായിട്ട് ഇവരൊരു ബെഞ്ചും മേശയും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും അവരൊരു പ്രത്യേകതയാണ്. ഇതാണ് അടുത്ത സൈഡിലുള്ള ഒരു വ്യൂ പോയിന്റ്. അപ്പോൾ ഇവർ ഇവിടെ കറക്റ്റായിട്ട് നമുക്കൊരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും എഴുതി വയ്ക്കും. ഇവിടെയുള്ളവർ അത് അനുസരിക്കുകയും ചെയ്യും. അതാണ് അവിടുത്തെ പ്രത്യേകത. നമ്മുടെ നാട്ടിലെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി ഇതിൻ്റെ അടിയിൽ പോയിട്ട് എന്താ വ്യൂ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ വാട്ടർഫോളിൻ്റെ ഭംഗി കുറച്ച് നേരം നമുക്കൊന്ന് കാണാം. ഇത് അത്രയും തിക്കനായിട്ട് വാട്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു വശ്യ ഭംഗി എന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ലൊരു ഭംഗിയുണ്ട് ഇതിനെ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ലോ മോഷൻ വ്യൂ കണ്ടു നോക്കിയാലോ നമുക്ക് എല്ലാ വീഡിയോസും ഇങ്ങനെ സ്ലോ മോഷനിൽ കാണുന്നത് ഭയങ്കര ഇഷ്ടമല്ലോ. വാട്ടർ ഇങ്ങനെ സ്ലോ മോഷനിൽ വരുന്നത് എനിക്കിഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു സ്ലോ മോഷൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ തന്നെ നമുക്ക് താഴത്തോട്ട് പോയി നോക്കാം. താഴേക്ക് ഇങ്ങനെ നടന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ താഴോട്ട് പോകാനുള്ള വഴിയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നമുക്ക് പിടിച്ച് നടക്കാനും എല്ലാത്തിനും കൈവരികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ അത് കുറവാണ്, ഇല്ലയെന്നല്ല, അപ്പുറത്തെ സൈഡിൽ കുറവാണ്. ഇവിടെ അതേപോലെ തന്നെ സ്റ്റെയർ പോലെയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിള്ളേരെ കൊണ്ടുപോകാനും എല്ലാത്തിനും നമുക്ക് സേഫാണ് ഈ വഴി. അപ്പുറത്തെ വഴി നേരെ തിരിച്ച് സ്റ്റീപ്പാണ്, ഒരു അഡ്വഞ്ചറസ് വേ എന്നുള്ളതാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ ഇഷ്ടമുള്ളവർക്ക് രണ്ട് തരത്തിലും ചെയ്യാം. അപ്പം നമ്മൾ കൊച്ചു കൂടെയുള്ളപ്പോൾ നമ്മളെപ്പോഴും സേഫ് വേ ആണ് എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വഴി ഒന്ന് പോയി നോക്കണം. അപ്പോൾ സ്റ്റെയർ ഇറങ്ങി കൊച്ചിനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോകാനാണ് ഇഷ്ടം. എല്ലാവരെക്കാളും വെട്ടിച്ച ആൾക്ക് ഫസ്റ്റ് പോകണം. ആൾക്ക് ഇവിടെ പോയി ആൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. മുമ്പ് ആൾക്ക് ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു. നാട്ടിലുള്ള സമയത്ത് ആൾക്ക് പോകാനും എങ്ങോട്ട് പോകാനും ഇഷ്ടമല്ല. ആൾക്ക് വീട്ടിലിരുന്നാൽ മതി എന്നുള്ളൊരു സെറ്റപ്പായിരുന്നു. പക്ഷേ ഇവിടെ വന്നത് മുതൽ ആൾക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അടുത്ത പ്രത്യേകത, നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ അറിയാത്തവരാണെങ്കിലും ഇവർ നമ്മളെയും വിഷ് ചെയ്യും, നമ്മൾ അവരെയും വിഷ് ചെയ്യും. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ ആരും നോക്ക് പോലും ഇല്ല. അത് തന്നെയാണ് ഇവിടെ മലയാളികളും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നില്ല. പക്ഷേ ഇവർ ഇംഗ്ലീഷുകാർ നമ്മളെങ്ങോട്ടും ഇങ്ങോട്ട് വിഷ് ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ പതുക്കെ നടന്ന് നമുക്ക് പോയി നോക്കാം. ഇത് അത്യാവശ്യം ദൂരമുണ്ട് ശരിക്ക്, പക്ഷേ അപ്പുറത്തെ സൈഡ് വെച്ചിട്ട് ഇത് ദൂരം കുറവാണ്. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ് നമ്മുടെ നാട്ടിലത്തെ പോലെ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ പുലിയോ കടുവയോ ആനയോ അതേപോലെ നമ്മളെ ഉപദ്രവിക്കുന്ന മൃഗങ്ങൾ ഒന്നുമില്ല ഇവിടെ തന്നെ. അതുപോലെ വിഷമുള്ള ജീവികളില്ല, പാമ്പില്ല, പഴുതാര ഇല്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അതാണ് നമുക്കതിന് പേടിക്കേണ്ടത്. അതുപോലെ അല്ല വിഷമുള്ള സ്പൈഡേഴ്സ് ഇല്ല. അതൊക്കെ വളരെ നമുക്കൊരു സേഫാണ്. കൊച്ചുങ്ങളെ കൊണ്ടുപോകാനും സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ പ്രിഡേറ്റർ ഫ്രീ ആയിട്ടാണ് ഇവർ നോക്കുന്നത്. ഇവർ പിന്നെ നമ്മൾ ഫോറസ്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഇവർ കൂടുതലും പറയുന്നത് നമ്മൾ വീട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഷൂസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പോകാനാണ് പറയുന്നത്. കാരണം ബഗ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവർ ഒരു കൗറി എന്നാണ് ഇവർ പറയുന്നത് ഈ ഒരു പാർട്ടിനെ. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കും അതിൻ്റെ ഒപ്പം. അപ്പോൾ ഇവിടെയുള്ള ജീവജാലങ്ങൾ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാണ്ടിരിക്കാനും എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ സ്റ്റെയർ കേസ് നടന്ന് നമ്മളങ്ങനെ ബ്രിഡ്ജ് എത്താറായിട്ടുണ്ട് ഗൈസ്. ആ കാണുന്നതാണ് ബ്രിഡ്ജ്. അപ്പോൾ നമുക്കതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്യായ വ്യൂ തന്നെയാണ്. അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതി ഭംഗി തന്നെയാണ്. അത് നമ്മൾ കണ്ടതിനെ അറിയണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്തോരം അതിൻ്റെ ഭംഗി കാണാൻ പറ്റുമെന്നും ഈ ഫോറസ്റ്റിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്നും എനിക്കറിയില്ല. നമുക്ക് ആദ്യം അതിൻ്റെ മുകളിൽ കയറിയിട്ട് എന്താണ് അതിൻ്റെ വ്യൂ എന്നുള്ളത് ആദ്യം കാണാം. കണ്ടില്ല, നമ്മുടെ കൊച്ച് തുടക്കം തന്നെ ആൾക്ക് ഫസ്റ്റ് പോകണം. എല്ലാവരും വെട്ടിച്ച് ആൾക്ക് പോയി, ആൾക്ക് വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ നമ്മൾ ബ്രിഡ്ജിൻ്റെ നടുക്ക് എത്തി. ഇതാണ് അതിൻ്റെ വ്യൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്ത് കാണിക്കാം.
ശരിക്കും ഇവിടെ നിൽക്കണ ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീൽ തന്നെയാണ്. മേത്തേക്കൊക്കെ വെള്ളവും തെറിച്ചും മഴയും അതിൻ്റെ ഒപ്പം ഈ നല്ല കുത്തിച്ചാടുന്ന വെള്ളിച്ചാട്ടവും ഔ എന്താ ഭംഗി! കാണേണ്ട കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ ഒരു ഫീൽ തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ കാണാനും നമുക്കത് ആസ്വദിക്കാനും അതിന് നമുക്ക് ഫ്രീയുമാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വന്നിരുന്ന് കാണാം. നമുക്ക് റിലാക്സ് ചെയ്യാൻ നമ്മളെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ന്യൂസിലാൻഡിന്. അത്രയധികം കാര്യങ്ങളുണ്ട്. ഇനി നമുക്കതിൻ്റെ അടിയിലേക്ക് പോയി നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ബെഞ്ചും ഡെസ്കും ഉണ്ടല്ലോ, ആ ഏരിയയ്ക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ. അങ്ങനെ നമ്മൾ ഈ ബ്രിഡ്ജ് ഇറങ്ങി നമ്മൾ ആ സൈഡിലേക്ക് പോവാണ്. ഈ പറയുന്നതാണ് ഞാൻ പറഞ്ഞ വഴി. അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്ന സ്റ്റീപ്പ് വഴി എന്ന് പറഞ്ഞത്. ഇതിങ്ങനെ കറങ്ങി കറങ്ങി മുകളിലേക്കാണ്. ഇതിൽ കൂടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കറങ്ങി കറങ്ങിയാണ്, അത് ലോങ് വേ ആണ്. അങ്ങനെ നമ്മൾ ഈ വഴിക്ക് എത്തി, ആ ബെഞ്ചും ഡെസ്കിൻ്റെ വഴിക്കും. ഓഹ്, ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ ഭയങ്കര കാറ്റും വെള്ളം തെറിക്കലാണ് ഗൈസ്. ക്യാമറ എന്താവോ എന്തോ. അങ്ങനെ നമുക്ക് അവിടെ എത്താം. അതിൻ്റെ സൈഡിലേക്ക് നടന്ന് നടന്ന് നമുക്ക് അവിടെ എത്താറായി ഗൈസ്. അവിടെ കുറച്ച് പേരുന്ന് ഫോട്ടോയും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ശല്യം ചെയ്യാണ്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ കിടക്കാം നമുക്ക്. അങ്ങനെ കടന്നതാ ഇവിടെ എത്തി. അങ്ങനെ നമ്മളിത് ആ കാണുന്നതാണ് ബെഞ്ചും മേശയും. ഇപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എഫക്റ്റ് തന്നെയാണ്. വെള്ളച്ചാട്ടം കണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും വന്ന് കഴിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. പക്ഷെ അതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്, ഒരു പ്രത്യേക ഒരു ഫീലാണത്. ഈ സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നനഞ്ഞ് കുളിഞ്ഞ് ഒരു സുഖല്യം. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു അന്യായ ഫീൽ തന്നെയാണ്. അതിനൊന്നും പറയാനില്ല. അപ്പോൾ നമ്മളൊരു സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു വെള്ളച്ചാട്ടവും അതിൻ്റെ അടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരിതും ഫോട്ടോ എടുക്കാൻ കഴിവുള്ളവർ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോ എടുക്കാനുള്ള കഴിവുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് ഗൈസ്. നിങ്ങളിപ്പോൾ ന്യൂസിലാൻഡിലുള്ളവർക്ക് തന്നെ ഇഷ്ടം പോലെ വാട്ടർഫോൾസും കാര്യങ്ങളും ഉണ്ടാവും. അവിടെ ഉണ്ടാവും ഇതേപോലെയുള്ള സെറ്റപ്പുകൾ. പക്ഷേ നമ്മുടെ നാട്ടിലും ഇതുപോലെ വരണം എന്നാണ് ഞാൻ പറയുന്നത്, ഇരുന്ന് കഴിക്കാനും. പക്ഷേ ഇവിടെയുള്ളൊരു വേറൊരു കാര്യം, സേഫ്റ്റി ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഗവൺമെൻറ്റിനും പേടിയില്ല. റീൽസ് ചിത്രീകരിക്കാനോ ഒന്നിനും വേണ്ടി ഇവരിങ്ങനെ ചാടും അതിൻ്റെ ഉള്ളിൽ. എന്താ ഭംഗി നോക്കി നിങ്ങൾ. ഇതിൻ്റെ ഒരു സ്ലോ മോഷനിൽ വരുമ്പോൾ ഈ മഴയും വെള്ളച്ചാട്ടവും ഇതിൻ്റെ ഒപ്പം നമ്മൾ ആ കട്ടൻ ചായയും കുടിച്ച് കഴിഞ്ഞാൽ ഔഫ് എന്താല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം. അപ്പുറത്തെ സൈഡിൽ ഇറങ്ങാനൊരു വഴിയുണ്ട്. അവിടെ ഇതിനേക്കാളും വ്യൂ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിലും അവിടെ പക്ഷെ നമുക്കൊരു സേഫ് അല്ല, അത്ര ഒരു സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ആ വഴി നമുക്ക് ഇതേപോലെ ഒന്നും ഇതല്ല, അവിടെ ഫുള്ള് പാർക്കെട്ടും കാര്യങ്ങളാണ്. എന്നാലും നമുക്ക് ആ വഴി പോയി നോക്കാം. ഇവിടെ ഇതേപോലെ തന്നെ കപ്പിൾസും കാര്യങ്ങളൊക്കെ അങ്ങനെ കയറി നടക്കുന്നുണ്ട്. ഇതാണ് ഫോറസ്റ്റ്. ഈ വെള്ളം ഒഴുകി പോകുന്നത് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഇതിലൂടെ പോയിട്ട് കുറേ വഴികളുണ്ട്. നമുക്ക് സ്വിം ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ വഴികളുണ്ട്. അതേകൂടെ അങ്ങോട്ട് നടന്ന് നടന്ന് നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കുറേ പോവാം. അപ്പോൾ ഡിഫറെൻറ്റ് സ്പീഷ്യസുകളെയും കുറേ ഡിഫറെൻറ്റ് ബേഡ്സിനെ കാണാം ഇവിടെ മെയിനായിട്ട്. അതാണ് മെയിൻ. ബേഡ്സ് എന്ന് പറഞ്ഞാൽ അത്രയധികം ബേഡ്സ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ അടുത്ത സൈഡ് ഗൈസ്. അപ്പോൾ നമ്മളതിൻ്റെ അടുത്ത സൈഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നു പോയി നോക്കാം എന്താണെന്നുള്ളത്. അവിടെ നടന്ന് ഇത് ക്യാമറയ്ക്ക് വെള്ളം അടിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല, അതിനാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ ഇതിൻ്റെ ഈ സൈഡിലെത്തി. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമുക്ക് സ്റ്റേബിളായിട്ടുള്ള സ്ഥലമല്ല, പാറക്കെട്ടും കാര്യങ്ങളാണ്. അധികം വെള്ളമില്ലാത്ത സമയത്ത് നമ്മൾ ആ കാണുന്ന പാറയ്ക്ക് വരെ നമുക്ക് കടന്നു പോകാം. പക്ഷേ ഇപ്പോൾ നല്ലോണം വെള്ളമുണ്ട്. നമ്മൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിടി കിട്ടില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. നമ്മുടെ ഫാമിലി ഉള്ളപ്പോൾ നമ്മൾ അധികം റിസ്ക് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കണ്ടില്ല ഗൈസ്, അതിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. എന്തൊട്ടാ ഭംഗിയില്ലേ, കാണാനുണ്ട് വാട്ടർഫോൾ. നമുക്ക് ഇതൊക്കെ ലൈഫിൽ ഇതൊക്കെ കാണാൻ കിട്ടുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഫാമിലീനും കൊണ്ടുപോയിട്ട് ഒരു പിക്നിക്ക്, അതും തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് അധികം ദൂരം തോന്നിക്കണില്ല. സുഖമായിട്ട് പോയിട്ട് വന്ന് ഈ വാട്ടർഫോളും കണ്ട് അടിച്ച് പൊളിച്ച് ഞങ്ങളവിടെ തിരിച്ചു പോവാണ്. ഇനി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി തുടങ്ങി. അങ്ങനെ തിരിച്ച് നടക്കാണ്. പിന്നെ കൊച്ചിനെ ഫസ്റ്റ് പോകണമെന്നാണ് എല്ലാവരും വെട്ടിച്ച് പോകാനാണ് ആൾക്കിഷ്ടം. അങ്ങനെ ആൾ നടന്ന് ഇവിടെ എത്തി. ഈ വെള്ളമാണ് നമ്മൾ കണ്ടത്. ഇത് ഒഴുകി പോകുന്ന ഒരു ഏരിയയാണ്. ഇനി ഇതിൻ്റെ ഒരു നല്ലൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നടന്നു പോകണ വഴിക്കുള്ളത് കണ്ടോ, ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുമ്പോൾ എന്താ ഭംഗിയില്ല ഫോറസ്റ്റ് കാണാനായിട്ട്. നമുക്ക് പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭംഗി ആസ്വദിക്കാൻ പറ്റണതിന് മെയിൻ കാരണം നമുക്കിവിടെ വേറെ വിഷജന്തുക്കളെയോ അല്ലെങ്കിൽ നമുക്ക് ഹാംഫുള്ളായൊരു മൃഗങ്ങളോ ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്ര എന്തോരം നേരം എടുത്ത് വേണമെങ്കിൽ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കും. ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാം. ഒന്നിനും പേടിക്കേണ്ട ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ അമ്മയും കുഞ്ഞും പടച്ചു വിടാണ്. എനിക്ക് വയ്യാണ്ടായി തുടങ്ങി നടന്ന് ഈ കയറ്റം കയറിയിട്ട്. അവന് നല്ല സ്റ്റാമിന ഉള്ളതുകൊണ്ട് ആശാൻ നല്ല സ്പീഡിൽ പോയിക്കോളും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗത്ത് വീണ്ടും എത്താറായി. ഇനി തിരിച്ച് വീട്ടിൽ പോകാന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പം നടന്ന് ഇതൊക്കെ ഇവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ ഇത്രയും വലുതാവും. ശരിക്കും നമ്മൾ പുല്ലെല്ലാം നമ്മൾ തന്നെ വെട്ടി നിർത്തണം.
അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നടന്നു പോകുമ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂവും ഈ ഫോറസ്റ്റും ഇങ്ങനെ കണ്ടു പോകാം. അതൊരു ഭയങ്കര ഒരു റിലാക്സേഷനാണ്. നമ്മളൊരു ആഴ്ചയിലൊരു 5 ഡേയ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 ഡേയ്സ് നമുക്ക് ഓഫായിരിക്കും. നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ 8 hours വർക്ക് ചെയ്താൽ മതി ഒരു ദിവസം. അതേപോലെ തന്നെ ഞങ്ങൾ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വീക്കിൽ 5 ഡേയ്സ് മാക്സിമം വർക്ക് ചെയ്യാൻ അവർ സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇനി ബാക്കി ടൈം പ്രൈവറ്റിൽ പോകണം. അപ്പം നമ്മളതിനെ പ്രിഫർ ചെയ്യുന്നില്ല. നമ്മൾ ഇതൊക്കെ കണ്ട് ഭംഗി ആസ്വദിച്ച് ലൈഫിനും കുറച്ച് ടൈം കൊടുത്ത് അങ്ങനെ പോകാമെന്നാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വണ്ടിക്ക് നടക്കുകയാണ്. അങ്ങനെ നടന്ന് ഇവൻ റോട്ടിലെത്തി. അങ്ങനെ നടന്ന് ഇനി കാറിനെ ലക്ഷ്യം വെച്ച് നടക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇനി കാറിലേക്ക് കഴിഞ്ഞപ്പോൾ അതൊക്കെ നടന്ന് കാറിലെത്തി. വണ്ടി എടുത്ത് ഇനി വീട്ടിൽ പോകുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ പോകുന്ന വഴിക്ക് ഇങ്ങേർക്ക് ഇതിൻ്റെ ഭംഗികൾ ആസ്വദിക്കലും. ഇതതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഗൈസ്. ഇങ്ങനെ മഴ പെയ്ത് നല്ല കുതിർന്ന് കിടക്കുകയാണ്. നല്ല രസമുണ്ട് എന്തായാലും കാണാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ. നിങ്ങൾക്ക് ഇതേപോലത്തെ ഇന്നത്തെ വീഡിയോകളും കാര്യങ്ങളും കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ഫോളോ ചെയ്ത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക വീഡിയോസ്. ഇനി അടുത്ത വീഡിയോ ഞങ്ങൾ പ്ലാൻ ചെയ്യണമെന്നത് ഞങ്ങൾ ഈ ഭൂമിയുടെ അറ്റെന്ന് പറയില്ല, നമ്മുടെ എൻഡ് ഓഫ് ദ വേൾഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് ന്യൂസിലാൻഡിൽ. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 4.5 hours ഉള്ളൂ ആ ഡ്രൈവ്. അപ്പോൾ അതാണ് ഇനി അടുത്തത് ഞങ്ങളുടെ പ്ലാൻ ശരിക്കും പറഞ്ഞു. അപ്പോൾ അത് ട്രാവൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് കഴിഞ്ഞാൽ പസഫിക് ഓഷനും പിന്നെ അപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയാണ്. അതാണ് ഭൂമിയുടെ അറ്റായിട്ട് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പസഫിക് ഓഷൻ കാണാൻ ഒരു ഭയങ്കര ഭംഗിയാണ്. ഞങ്ങൾ ബേ ഓഫ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയിരുന്നു. അവിടെയൊക്കെ എന്താ ഭംഗിയ ഓഷൻ കാണാം. ഡാർക്ക് ബ്ലൂ കളർ, ഗ്രീനിഷ് അങ്ങനെ മിക്സ് ആയിട്ടുള്ളൊരു കളറ്. അപ്പോൾ ഈ ഭൂമിയുടെ അറ്റം എങ്ങനെയുണ്ടെന്ന് കാണാൻ നിങ്ങൾക്ക് അത്രയും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നിങ്ങൾക്ക് വേൾഡിൻ്റെ എൻഡ് ഞാൻ കാണിച്ചു തരാം. ബൈ.